ഈ വീഡിയോയിലെ കണ്ടന്റ് കേരളത്തിലെ ചില സുഡാപ്പികൾക്ക് ദഹിക്കുകയില്ലായിരിക്കും. ചില സാറ്റലൈറ്റ് ചാനൽ, ഈ ഹമാസിൻ്റെ ആരാധകർ എന്താണ് ഉണ്ടായത്? ന്യൂയോർക്ക് ടൈംസ് ഹമാസിൻ്റെ സീനിയർ ലീഡർ മൂസ അബു മർസോക്ക് അയാളുടെ ഫുൾ ഇൻ്റർവ്യൂ കൊടുത്തേക്കുകയാണ്. അദ്ദേഹം ദോഹയിലാണ്. ദോഹയിലുള്ള സുഡാപ്പികൾക്കും പോയി ചോദിക്കാം എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുത്തതെന്നുള്ള സംഭവം. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ് രസം. ഹമാസ് ഒക്ടോബർ 7 കാണിച്ചത് തെറ്റായിപ്പോയി, വലിയ വില കൊടുക്കേണ്ടി വരും, കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ 10,000 ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഏകദേശം 50,000 മുകളിലോട്ട് പോയി. 1200 ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ളവരും മറ്റുള്ളവരെയും വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ഹമാസ് തിരിച്ചുണ്ടായ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം അതിനെ ലോകം മുഴുവനും ന്യായീകരിച്ചു. സിവിലിയൻസിൻ്റെ മുകളിൽ ബോംബിടുമ്പോൾ പോലും ലോകരാജ്യങ്ങൾ നിശബ്ദമായിട്ടിരുന്നു. കാരണം ഹമാസ് ചെയ്തത് തെറ്റായിപ്പോയി. ഇതിനൊക്കെ കാരണം ഈ ഹമാസ് കാണിച്ച വരുത്തി വെച്ച വലിയ വിനയാണ്. അപ്പം അതിൻ്റെ രസകരമായ ഇൻ്റർവ്യൂ ന്യൂയോർക്ക് ടൈംസിൽ നിങ്ങൾ നോക്കാം, മറ്റുള്ള പത്രങ്ങളും അത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ന്യൂയോർക്ക് ടൈംസിൻ്റെ കോപ്പിറൈറ്റ് ആണ്. അപ്പോൾ ആരാണ് ഈ മൂസ അബു മർസോക്ക്? അതായത് ഹമാസിൻ്റെ ഇന്നുള്ള ഏറ്റവും സീനിയർ ലീഡറാണ്. 38 വർഷം അദ്ദേഹം ഹമാസിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിദേശകാര്യ ഹെഡാണ്. അതിനേക്കാൾ ഉപരി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഹമാസിന് സാമ്പത്തികം ഉണ്ടാക്കുന്ന ആൾ കൂടിയാണ്. കാരണം മറ്റുള്ള ഹമാസിനെ അനുകൂലിക്കുന്നവരെന്നും സാമ്പത്തികമായ സംഭവം, അതിനും ഹമാസിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഇയാൾ. ഇയാളെ ഹമാസ് തന്നെയാണ് വിദേശ രാജ്യത്ത് വിട്ട് ചെലവ് കൊടുത്ത് പഠിപ്പിച്ചത്. അപ്പോൾ കേരളത്തിലെ സുഡാപ്പികൾക്കൊക്കെ ഇത് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാളെ ടർക്കിയിൽ വിട്ട് പഠിപ്പിച്ചത് ഈ ഹമാസിൻ്റെ ചെലവിലാണ്. കാരണം ഹമാസിന് അത്രയും വേണ്ടപ്പെട്ട ആളാണ് ഇയാൾ. പുള്ളിയുടെ ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പറയാം, ആദ്യം മുതൽ ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒക്ടോബർ 7 എന്ന് പറയുന്നത് ഈ പൊട്ടന്മാർ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. അയാളും ആ ഇൻ്റർവ്യൂവിൽ മുഴുവനും പറയുന്നത് ഇത് തന്നെയാണ്. അത് പറയുന്നത് എന്താണെന്നറിയാം? ഇത്രയും പേര് കൊല്ലപ്പെട്ടു, ഇത്രയും ആളുകളുടെ വീടുകൾ തകർന്നു പോയി. ഗാസ എന്ന് പറയുന്ന ഒരു ബസലിംഗ് സിറ്റിയാണ്, ആ സിറ്റി ഇല്ലാതായി. 20 ലക്ഷം പേര് ഡിസ്പ്ലേസ്ഡായി, വീടുകളില്ലാതായി, ആഹാരം കിട്ടാനില്ല, പട്ടിണിയായി. പട്ടിണി മരണം പലയിടത്തും റിപ്പോർട്ട് ചെയ്തു. എന്താണ് നേടിയത്? ചോദ്യമാണ്. എന്ത് നേടി ഹമാസ്? അതേപോലെ ഇസ്ലാമിക ലോകത്ത് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതാണ്, ലെബനൻ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്നൊരു രാജ്യമായിരുന്നു. ഹമാസിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഇറാൻ ഒന്നുമല്ലാതായിപ്പോയി. അവർ തന്നെ, കാരണം ഇദ്ദേഹം പറയുന്നത് ഹമാസ് ഇങ്ങനെയൊരു സംഭവം ഒക്ടോബർ 7 ചെയ്യുന്ന കാര്യം ഇവരുടെ ഓഫീസുമായിട്ട് ഒന്നും ഡിസ്കസ് ചെയ്തില്ല. അത് ചെയ്തിരുന്നുവെങ്കിൽ ഇത് ചെയ്യരുത് എന്നവർ പറഞ്ഞേനെ. കാരണം മണ്ടത്തരമാണ് ചെയ്യുന്നത്. അവർ യാഹ്യ സിൻവാർ ഈ സംഭവം തീരുമാനമെടുക്കുന്ന ആൾ ഒറ്റയ്ക്ക് നടപ്പിലാക്കി. ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞു, ഇറാനോട് പോലും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ നോക്കുക, ഹിസ്ബുള്ളയുടെ നേതാവ് നസറുള്ള ഈ സമയത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അയാളും കൊല്ലപ്പെടുന്നതിന് മുമ്പ്. കാരണം പല ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ തട്ടിയപ്പോഴും, അതായത് പേജർ ബോംബൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം ഒരു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ അതിലും അദ്ദേഹം പറയുന്നുണ്ട്, ഹമാസ് ഈ ചെയ്ത് തെറ്റായിപ്പോയി. കാരണം അവരോട് പോലും പറഞ്ഞില്ല. അവരെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹിസ്ബുള്ള. അവരോട് പോലും പറയാതെ, ഇറാനോട് പോലും പറയാതെ, വെപ്പൺസ് കൊടുത്ത ഇറാനോടും പറയാതെ, ട്രെയിനിങ് കൊടുത്ത ഹിസ്ബുള്ളയോട് പോലും പറയാതെ അവരിത് ചെയ്ത് തെറ്റായിപ്പോയി. കാരണം എന്ത് കരുതലെടുക്കാൻ പറ്റും? ഇതാണ് പറഞ്ഞ് ഇമാർ പൊട്ടന്മാരാണ്. പിന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഹമാസിനെ പിന്തുണയ്ക്കാനില്ല. അതിനകത്ത് പറയുന്നത് സൗദി അറേബ്യ, UAE ശരിക്കും ഹമാസിനെ സാമ്പത്തികമായിട്ടും പലസ്തീനുകളെ സാമ്പത്തികമായിട്ടും സഹായിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. ഇൻ്റർനാഷണൽ ഫോറത്തിൽ മറ്റെല്ലായിടത്തും ഇതോടുകൂടി പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്തു. കാരണം ഇദ്ദേഹം വിദേശകാര്യ ഹെഡാണ് അതിൻ്റെ. ഇത് പറയാം, അവർ ഞങ്ങളുടെ ഫോൺ പോലും ഈ രാജ്യങ്ങൾ എടുക്കില്ല, പൂർണ്ണമായിട്ടും ഞങ്ങളെ കട്ട് ഓഫ് ചെയ്തു. ഇതിന് കാരണമാരാ? ഈ ഒക്ടോബർ 7. എന്താണ് ഇറാനെ പറ്റി പറഞ്ഞ്? ഇപ്പോൾ ഇറാൻ്റെ നേതാക്കൾ ഈ ഇസ്മായിൽ ഹാനി അവിടെ വിളിച്ചു വരുത്തിയ സമയത്ത്, അത്
നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് അത് ഹെലികോപ്റ്റർ ആക്രമണത്തിൽ മരണത്തെപ്പറ്റി ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഹമാസും ഇറാനും വിശ്വസിക്കുന്നത് ഇസ്രായേലാണ് അയാളെ തട്ടിയത്. ഇബ്രാഹിം റൈസി എന്താണ് പറയുന്നത്? കാരണം ലേസറിലിട്ട് തട്ടിയതാണ്. അതിനും ഹമാസ് ഈ കാണിച്ച പൊട്ടത്തരത്തിന് ഇറാൻ്റെ പ്രസിഡന്റിനെ അവർ തട്ടി. അതിനും വില കൊടുക്കേണ്ടി വന്നു. ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെ പല സീനിയർ നേതാക്കളും ഹമാസ് ഈ കാണിച്ചതിനോട് യോജിപ്പില്ലായിരുന്നു. അതും ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. വായിച്ചു നോക്കണം സംഭവം. കേരളത്തിലെ സുഡാപ്പി സാറ്റലൈറ്റ് ബുദ്ധിജീവി ചാനലൊക്കെ ഇത് വായിച്ചു നോക്കണം എന്താണ് പറയുന്നത്. അത് എന്ത് നേട്ടം നേടി വീണ്ടും ചോദിക്കുകയാണ്. ഇനി ഈ രാജ്യങ്ങൾ എന്തോ ഈ ജോർദാനെ പറ്റിയും ഈജിപ്തിനെ പറ്റി പറയുന്നത് കേൾക്കുക. അതായത് ഇതിനെ അമേരിക്ക ഇസ്രായേലിനെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗാസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഈ രണ്ട് രാജ്യങ്ങൾക്കും കുഴപ്പമില്ല. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഒക്ടോബർ 7 ശേഷം ഹമാസിൻ്റെ ലീഡർഷിപ്പുമായിട്ടൊരു ഒരു ഫ്രണ്ട്ലി ടോക്സ് ഉണ്ടായിട്ടില്ല. അതാണ് പറയുന്നത് പുള്ളി. എന്താണ് പറയുന്നത്? ഈ രാജ്യങ്ങൾക്ക് പണം മതി, കാരണം അവരെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. ഈസി ആയിട്ട് ഈ സംഭവം നടക്കും. ഇൻ്റർനാഷണൽ ബോഡിയൊന്നും അതിനെപ്പറ്റി മിണ്ടാൻ പോലും പോകുന്നില്ല. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അതായത് ഹമാസിനും കാണിച്ച മണ്ടത്തരത്തിന് പാലസ്തീൻകാർക്ക് സ്വന്തം രാജ്യവും നാടും മണ്ണും നഷ്ടപ്പെടുന്നു. പിന്നെന്താ പറയുന്ന സംഭവം? ലെബനൻ ഈ ഹമാസിനെ പിന്തുണച്ച രാജ്യമാണ്. ഹിസ്ബുള്ളയുടെ ബേസ് ആയിരുന്നു. അതേപോലെ അവിടെ ഇസ്ലാമിക രീതിയിലുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ രാജ്യം പോലും പകുതി ഇസ്രായേലിൻ്റെ കയ്യിൽ പോയി. സിറിയ അസാദിൻ്റെ ഭരണകൂടം, അതേപോലെ ഹിസ്ബുള്ള പിന്താങ്ങി ഇറാൻ പിന്താങ്ങിയ രാജ്യം, അസാദ് പോലും വിട്ടുപോയി. റഷ്യയുടെ കാര്യം നോക്ക്. ആ ഇൻ്റർവ്യൂവിൽ പറയുകയാണ് റഷ്യ ബേസ് ഉൾപ്പെടെയാണ് എടുത്തുകൊണ്ട് ഓടിയത്. ആരാണ് ഇതിന് ഉത്തരവാദി? അതായത് കേരളത്തിലെ സുഡാപ്പി പൊട്ടന്മാരെ അതിന് ഉത്തരവാദി ഹമാസാണ്. ഇത് ആദ്യം മുതൽ ഞാൻ പറയുന്നതാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും? ഇസ്രായേൽ വലിയ രാജ്യമായി അവരെ എതിർക്കാൻ ഒരു ഇസ്ലാമിക രാജ്യത്തിന് പോലും കഴിവില്ലാത്ത സ്ഥിതിയിലോട്ട് മാറ്റി. അതിന് കാരണമാണ് ഒക്ടോബർ 7. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒഫീഷ്യൽസ്, അതായത് ഖത്തറിലുള്ള ഈ ഒഫീഷ്യൽസ് ഇറാനുമായിട്ട് സംസാരിക്കുമ്പോൾ, അതായത് മസൂദ് പഷഷ്കാനുമായിട്ട് ആ ക്യാബിനറ്റിൽ സംസാരിക്കുക, അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്കൊരു വെപ്പണോ സഹായമോ ഒന്നും തരില്ല. കാരണം ഞങ്ങൾ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു ഒരു ഫ്രണ്ട് ലൈനായിട്ട്. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാതെ ഈ സംഭവം ചെയ്തു. അതിന് ഞങ്ങളും വലിയ വില കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ വെപ്പൺസോ ആയുധങ്ങളും ഇല്ലാതായി. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. എടുത്ത് വായിച്ചു നോക്കാം. കാരണം ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് ഫുള്ളായിട്ട് വായിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഫുൾ പേജായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഇവന്മാർ കാണിച്ച പൂലമൊക്കെ പൊട്ടത്തരമാണ്. ഇതോടുകൂടി ഇൻ്റർവ്യൂവിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്താണ്? ഇസ്രായേൽ തന്നെ ഭരിക്കും, അല്ലാതെ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു, ഇത്ര പേരും അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, 20 ലക്ഷം ഗാസയിൽ പോയി, ഏകദേശം 10 ലക്ഷത്തോളം വെസ്റ്റ് ബാങ്കിൽ പോയി, ഹമാസിൻ്റെ ലീഡേഴ്സ് മുഴുവനും തകർക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ഈ ഒക്ടോബർ 7 പക്ഷേ ഹമാസ് എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നൊരു പ്രഷർ ഗ്രൂപ്പായിട്ട് നിൽക്കുക. എങ്ങനെയാണ് ഒരു ആവശ്യം വരുന്നത് ആ സമയത്താണ് അറ്റാക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇങ്ങനെ കയറി അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ഒറ്റ രാജ്യം പോലും പിന്തുണയ്ക്കില്ല. അതിൻ്റെ പേരിൽ അവസാനത്തൊരു കൺക്ലൂഡിങ് പാർട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാം പേരുള്ളവരെ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ പുറത്താക്കാൻ തുടങ്ങി. അതായത് അവരുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക്. അതിനും കാരണം ഇതാണ്. ആൻറ്റി സെമറ്റിക് റാലി നടന്നു പലയിടത്തും. അതിലും വില കൊടുക്കേണ്ടി വന്ന് സാധാരണക്കാരായ ഇസ്ലാം വിശ്വാസികൾ. അതിനകത്ത് പറയുന്നുണ്ട്, അതിനുശേഷം എത്രയോളം മുസ്ലിം പള്ളികളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ അടച്ചു പോയത്. ഇയാളിതിനെ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണ് ബ്ലാക്ക് സെപ്റ്റംബർ മ്യൂണിക് ഒളിമ്പിക്സിൽ ഈ ഇസ്രായേലി അത്ലറ്റ്സിനെ അന്ന് പലസ്തീൻ തീവ്രവാദികൾ ആക്രമിച്ച സംഭവത്തിനകത്ത് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് അന്ന് ആ സംഭവം ബ്ലഡർ ഇഡിയോമാറ്റിക് സംഭവം കാണിച്ചതിൻ്റെ പേരിൽ അന്ന് ലോകത്ത് നിലനിന്നിരുന്ന സീനിയറായിട്ടുള്ള ഹമാസിൻ്റെ ലീഡേഴ്സ് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസം, ഫ്രാൻസിൽ കുറച്ച് പേര്, ഇറ്റലിയിൽ, യൂറോപ്പിൽ, UK, അയർലൻഡിൽ, ബെയ്റൂട്ടിൽ. അതിനുശേഷം ഇസ്രായേൽ എന്ന് പറഞ്ഞ അന്ന് ഗോൾഡമീർ എന്ന് പറഞ്ഞ അന്നത്തെ അതിൻ്റെ പ്രൈം മിനിസ്റ്റർ ഒരു സംഭവം കൊടുത്തു. കാരണം എങ്ങനെയാണ് ഇവർ നമ്മളെ കൊല്ലുന്നത്, അതിനേക്കാളും കഷ്ടമായിട്ട് ഇതിൻ്റെ ലീഡേഴ്സിനെ തീർത്ത് കളയണം. ഇയാൾ കമ്പയർ ചെയ്യുന്നത്, അതായത് ഈ പറയുന്ന നേതാവ് കമ്പയർ ചെയ്യുന്നത് അതേപോലെ സംഭവിച്ചു. ഹമാസിൻ്റെ ഒറ്റ ലീഡേഴ്സില്ല, പാലസ്തീൻ്റെ ലീഡേഴ്സില്ല, എല്ലാവരും തീർത്ത് കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഹെഡ്ലെസ് ചിക്കൻ, ആ വാക്ക് ഉപയോഗിക്കുന്നത്, അതായത് തലയില്ലാത്ത ചിക്കൻ പോലെയാണ്.
അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാ നേതാക്കളെയും തീർത്തു. ഹിസ്ബുള്ളയുടെ കാര്യം പറഞ്ഞു, മുഴുവനും നാശമാക്കി. വലിയൊരു സൈനിക ഫോഴ്സായി, പ്രൊഫഷണൽ ഫോഴ്സായിട്ട് വരികയായിരുന്നു. ഹൂത്തികളുടെ കാര്യവും കഷ്ടമാണ്. ഒരു പ്രോക്സികൾ പോലും ഇല്ലാതായി. ഹമാസിനെ ആരും പിന്തുണയ്ക്കുന്നില്ല. വെപ്പൺസൊക്കെ വരുന്ന ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിന് ശേഷം ഇതിനു മുമ്പ് ഹമാസിന് ഫണ്ട് ചെയ്തിരുന്ന പല ഇസ്ലാമിക ഓർഗനൈസേഷനുണ്ട്. കാരണം സാമ്പത്തികം അവർ പോലും ഇതിന് ശേഷം അമേരിക്ക സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി കൊണ്ടുവന്നു. ആരാണ് ഫണ്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഫണ്ട് ചെയ്യുന്നത്, അവരെ നശിപ്പിക്കാൻ. അപ്പോൾ ഈ പറയുന്ന പല ബിസിനസ്സുകാരും ആ ഫണ്ടിങ്ങിൽ നിന്ന് മാറി പേടിച്ചിട്ട്. അതായത് ഒക്ടോബർ 7 കൊണ്ട് ഹമാസ് എന്ന് പറഞ്ഞ സംഭവം കിട്ടിയത് ഇസ്ലാമിക ലോകത്തു നിന്നും ഇസ്ലാമിലുള്ളവരെ പോലും ആൾക്കാർ വെറുക്കാൻ തുടങ്ങി. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇല്ലാതാവുന്നു. അതാണതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യം പറയുമ്പോൾ ഈ പല സുഡാപ്പികളും ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലിൽ ഇരിക്കുന്നവർ എന്തൊക്കെയോ ദിവാസ്വപ്നം കാണുകയാണ്. ഇപ്പോൾ ഹമാസിൻ്റെ ലീഡർ തന്നെ വന്ന് പറയുകയാണ് ഇത് തെറ്റായിപ്പോയി കാണിച്ചത്. ഇതുകൊണ്ട് ഹമാസിന് മാത്രമല്ല ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഭയത്തിലാണ് കഴിയുന്നത്. കാരണം എന്നാണ് ഇസ്രായേൽ ഈ രാജ്യങ്ങളെ കയറി അടിക്കുന്നത്? ആ രീതിയിലോട്ട് പോകാനുണ്ടായ കാര്യം ഒക്ടോബർ 7 അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ആരോടും പറയാതെ ഈ യാഹ്യ സിൻവാർ എടുത്ത തീരുമാനമാണ്. ഇതിനെപ്പറ്റി അയാൾക്ക് സഹായം കൊടുക്കുന്നവരോട് പോലും ട്രെയിനിങ് കൊടുക്കുന്നവരോട് പോലും പറയാതെടുത്ത തീരുമാനം. വലിയ വിലയാണ് ഇസ്ലാമിക ലോകം ഇന്ന് ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാലസ്തീൻകാർക്ക് സ്വന്തം രാജ്യം നഷ്ടപ്പെടുന്നു, ആൾക്കാരെ മുഴുവൻ ചിതറിക്കുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ യാഹ്യ സിൻവാറും ഈ പൊട്ടന്മാരും ഒക്ടോബർ 7 ഉണ്ടാക്കിയ വിനയാണ്. ഇത് അനുഭവിച്ചേ മതിയാകൂ. അതാണ് എൻ്റെ ടേക്ക്. ഇത് അനുഭവിച്ചേ മതിയാവൂ. ഇസ്ലാമിക ലോകത്തു നിന്നും ടെറർ എന്ന സാധനത്തിന് ഒരു വിടുതൽ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതവർ തുടങ്ങി. അവസാനം ഇപ്പോൾ നോക്കുക, ഓരോ രാജ്യത്തു നിന്നും ഇസ്ലാമിക രാജ്യത്തു നിന്ന് പോലും ഈ ഹമാസിനെ അല്ല മുഴുവനും പുറത്താണ്. പക്ഷേ അവർക്ക് ആരാധകർ കേരളത്തിൽ തടിച്ചു കൂടുകയാണ്. ആനപ്പുറത്തൊക്കെ എൻ്റെ ഫ്ലക്സ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൊട്ടന്മാരെങ്കിലും മനസ്സിലാക്കി എന്താണ് ലോകം ചിന്തിക്കുന്നത്, എന്താണ് ഹമാസിൻ്റെ ലീഡേഴ്സ് ചിന്തിക്കുന്നത്. കാരണം അവർക്കും മനസ്സിലായി അവർ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുകയല്ല, അവരെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, ടെർമിനേറ്റ് ചെയ്തു ഭൂമിയുടെ മുകളിൽ നിന്ന്. ഇതുണ്ടാക്കിയതിൻ്റെ എല്ലാം കാരണം വിഡ്ഢിത്തരവും പൊട്ടത്തരവും മാത്രമായി നടക്കുന്ന തീവ്രവാദ മനസ്സുള്ളവൻ്റെ തല. ആ തലയ്ക്കകത്തുണ്ടാകുന്ന സാധനം മണ്ടത്തൊരു അബദ്ധവും മാത്രമാണ്. അത് 9/11 കാണിച്ചു. മറ്റുള്ള പലയിടത്തും ബോംബ് പൊട്ടിയപ്പോൾ അത് നമ്മൾ കണ്ടു. അവസാനം ഹമാസിൻ്റെ തിയറിയോടുകൂടി ഇതിനൊരു പരിസമാപ്തി ഉണ്ടായേക്കുകയാണ്. അതാണ് ഇതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട്.